ഈ വർഷം ഇറങ്ങിയൊരു അടിപൊളി തമിഴ് സിനിമ എന്നെനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലബ്ബർ പന്ത് എന്ന് പറഞ്ഞ സിനിമ. ഡബ്ബർ പന്ത്, നമ്മൾ മലയാളത്തിൽ റബ്ബർ പന്ത് എന്നൊക്കെ പറയില്ലേ. നമ്മൾ പണ്ട് പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന റബ്ബർ സ്റ്റംബർ ബോളുണ്ട്. അത്തരത്തിലുള്ള ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വില്ലേജിലുള്ള ഒരു കൂട്ടം ആളുകളുടെ കഥയാണ് ഈ ഒരു സിനിമ. അത് കൂടാതെ തന്നെ ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എത്രയോ സിനിമകളുണ്ട്. ലഗാനൊക്കെ അതിൽ ഏറ്റവും ബെസ്റ്റ് സംഭവ സിനിമകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ലബ്ബർ പന്ത് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തമിഴരസൻ പച്ചമുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സംവിധാനം ചെയ്തത്. ഇതിൽ ആട്ടക്കത്തി ദിനേശ്, നമ്മുടെ വിസാരണை, കുക്കു എന്ന സിനിമയിലൊക്കെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഈ ഒരു ആക്ടറിൻ്റെ ഒരു വെറൈറ്റി സൂപ്പർ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയമൊക്കെ. പിന്നെ അൻപ് എന്ന ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ പാർക്കിംഗ് എന്ന സിനിമയിലൊക്കെ ഒരു ഈഗോ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലും ഒരു ഈഗോ സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. കഥ ഇങ്ങനെയാണ്. ആട്ടക്കത്തി ദിനേശ് അവതരിപ്പിക്കുന്ന പൂമല എന്നൊരു കഥാപാത്രം ഭയങ്കര ഗത്ത് എന്ന് ആണ് സിനിമയിൽ വിളിക്കുന്നത്. അദ്ദേഹം ഭയങ്കര ക്രിക്കറ്ററാണ്. നമ്മൾ 1983 സിനിമയിൽ നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടറല്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. ചെറുപ്പകാലത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ വഴക്ക് കേട്ടിട്ടാണെങ്കിലും പാടത്ത് പോയി ക്രിക്കറ്റ് കളിക്കുന്ന, ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു പിള്ളേരുടെ കൂടെ ആണെങ്കിലും വയസ്സായിട്ടും 36-40 വയസ്സായിട്ടും ആ ഒരു ടീമിൽ, ആ ഒരു ലീഗ് ടീമിൽ തൻ്റെ കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാനും ആ ഒരു കളിച്ച് ഭയങ്കര സിക്സറുകളും ഭയങ്കര സെഞ്ചുറികളൊക്കെ അടിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഗത്ത് എന്ന പൂമാല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സ്വാസിക അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് സ്വാസിക അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാസികയ്ക്ക് ഇഷ്ടമല്ല ഇയാൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും വീട് നോക്കാതെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കുടുംബ വഴക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു മകളുണ്ട്. അങ്ങനെ മകൾ മുതിർന്ന് ഒരു കല്യാണപ്രായം ആകുമ്പോഴും ഇദ്ദേഹം ക്രിക്കറ്റ് കളി നിർത്തുന്നത്. ഇദ്ദേഹം പെയിന്റ് പണിക്കാണെന്ന് പോയിട്ട് ഒരു ഗ്രൗണ്ടിലൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കുന്നു. ഈ സമയത്താണ് അൻപ് എന്നൊരു ക്യാരക്ടർ. ഇദ്ദേഹം ആ ഒരു നാട്ടിലെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ജാതി വ്യവസ്ഥേനെ കൊണ്ട് തന്നെ ആ ഒരു നാട്ടിലുള്ള മറ്റ് ലീഗിലെ ടീമിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ജാതിപ്പേര് വിളിച്ചുകൊണ്ട്, ഇദ്ദേഹം നല്ലൊരു പ്ലെയറൊക്കെയാണ്, പക്ഷെ ജാതിപ്പേര് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നതൊന്നും ഇദ്ദേഹത്തിനും ഒരു എന്താ പറയുക, ഒരു താഴ്ത്തി കിട്ടുന്ന ഒരു പോലെ തോന്നുകയും, പക്ഷേ അദ്ദേഹം ഒരു ഗസ്റ്റ് പ്ലെയറായിട്ട് ബാക്കിയുള്ള എല്ലാ ടീമിലും കളിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു. ഗത്ത് എന്ന ക്യാരക്ടറും അൻപ് എന്ന ക്യാരക്ടറും കൂടെ ഒരു മാച്ച് വരികയാണ്. ഈ മാച്ചിൻ്റെ ഇടയ്ക്ക് അൻപ് ഗത്തിൻ്റെ വിക്കറ്റ് എടുക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് അൻപ് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ ഗത്തിൻ്റെ മകളാണ്. കളിക്കളത്തിൻ്റെ അകത്ത് ഇവർക്കൊരു വീറും വാശിയും ഒക്കെ ഉണ്ട്, ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിക്കറ്റ് എടുത്തതിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെയാണ് അൻപ് എടുക്കുന്നത്. പക്ഷെ ഗത്തിന് അങ്ങനെയല്ല. തൻ്റെ വിക്കറ്റ് എടുക്കുക, താനിങ്ങനെ സിക്സർ അടിച്ച് പറത്തി കളിച്ചിരുന്ന നാടിൻ്റെ നായകനായിട്ടിരുന്ന ഒരു വ്യക്തിയെ വളരെ സിമ്പിളായിട്ട് ഒരു ആൾ വന്നിട്ട് വിക്കറ്റ് എടുത്തിട്ട് പോകുന്നു. ഉണ്ടായിരുന്ന കാണികളെല്ലാവരും അയാളെ പൊക്കി പറയുന്നതും തൻ്റെ കൂട്ടുകാരെ കളിയാക്കുന്നതൊക്കെ ഗത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസൾട്ടായിട്ട് തോന്നുകയും കളിക്കളത്തിന് പുറത്തേക്ക് ആ ഒരു ഈഗോ വളരുകയും ചെയ്യുന്നു. അങ്ങനെ പെണ്ണ് കാണാൻ എത്തിയത് തൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളെന്ന് പറയുന്നത്, തൻ്റെ മകളുടെ കാമുകൻ എന്ന് പറയുന്നത്, താൻ കളിക്കളത്തിൽ ഒരു ശത്രുവായിട്ട് കാണുന്ന അൻപാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഗത്തിനുണ്ടാവുന്ന ഇമോഷൻസ്, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ നേരിടണമെന്നറിയില്ല. അങ്ങനെ വരുന്നൊരു സമയത്ത് അവർക്ക് ഇടയിലുണ്ടാകുന്ന ഈഗോ ക്ലാഷുകൾ, തെറ്റിദ്ധാരണകൾ, ജസ്റ്റ് ഒന്ന് സോറി പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സിനിമയാണ് ലബ്ബർ പന്ത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് തന്നെ സിനിമ കാണുക. രസമാണ്. കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് സ്വാസികയും ഗത്തും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആ ഒരു റൊമാൻസ്, അവരുടെ ആ ഒരു കുടുംബം, അവരുടെ ഒരു കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത് നല്ല ക്യൂട്ടാണ്, രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലബ്ബർ പന്ത്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം ഇറങ്ങിയ നല്ലൊരു സിനിമയാണ്. ഒരുപാട് പേര് തിയേറ്റർ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. OTT ഇറങ്ങിയപ്പോഴാണ് Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. അതിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കണ്ടു നോക്കുക. ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വരാം. See you.